ഇക്കഴിഞ്ഞ വേനൽ അവധിക്ക് ഞാൻ ബെൽജിയം സന്ദർശിച്ചപ്പോൾ ലുവൻ നഗരത്തിലാണ് താമസിച്ചത്. ഈ ബെൽജിയത്തിലെ ഒരു വലിയ വിജ്ഞാന കേന്ദ്രമാണ് ലുവൻ യൂണിവേഴ്സിറ്റി. അതിനോട് ചേർന്ന് ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി 15-ാം നൂറ്റാണ്ടിലോ മറ്റോ സ്ഥാപിക്കപ്പെട്ടത്. ഒന്നാം ലോക യുദ്ധകാലത്ത് ജർമ്മൻകാർ ഇത് തീവച്ച് നശിപ്പിച്ചു. പിന്നീട് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ വലിയ ധനസഹായത്തോടാണ് ഇത് പുതുക്കി പണിതത്. ആ പുതുക്കി പണിയുന്നതിന് സഹായാഭ്യർത്ഥന നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസനാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അന്ന് പ്രസിഡൻ്റായിരുന്ന ഹെർബർട്ട് ഹൂവറാണ്. അമേരിക്കയിലെ വിവിധ സർവകലാശാലകളും വിദ്യാലയങ്ങളും ലൈബ്രറികളും ഒക്കെയാണ് ഇതിനുവേണ്ടി പണം പിരിച്ച് കൊണ്ടുവന്നത്. അതിൽ എനിക്ക് അത്ഭുതം തോന്നിയത് പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ആളുകളുടെയൊക്കെ പേര് വരും നമ്മുടെ ഇവിടെ ചില പള്ളികളിലൊക്കെ ചെയ്യുന്ന പോലെ അവിടെ ഫലകം ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് താഴ്ത്ത നിലയിൽ. അതിൽ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, കൊളംബിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, യേൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അമേരിക്കയിലെ എണ്ണപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലെ മൈസൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് ഞാൻ കണ്ടെത്തി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഇനി ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഇന്ത്യയിലെ വേറെ ഒരു സ്ഥാപനവുമില്ല, എനിക്കൊണ്ട് യൂറോപ്പിൽ തന്നെ വേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരും ഇതിനുവേണ്ടി പണം കൊടുത്തിട്ടില്ല. മുഴുവൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളാണ്. ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ പണം കൊടുക്കുന്നതായിട്ട് അറിഞ്ഞ് മൈസൂർ മഹാരാജാവ് മുൻകൈയെടുത്ത് സാമാന്യം ചെറുതല്ലാത്തൊരു സംഖ്യ അവർക്ക് സംഭാവന കൊടുത്തു. അതുകൊണ്ട് അത് മഹാരാജാവിൻ്റെ പേരിൽ രേഖപ്പെടുത്താനുള്ള പ്രയാസം കൊണ്ടായിരിക്കും മൈസൂർ യൂണിവേഴ്സിറ്റി എന്ന് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, അത് ഞാൻ ഇയർ വെച്ച് നോക്കി. അപ്പോൾ 1933 അതിൻ്റെ പണി പൂർത്തീകരിച്ചത്. അന്ന് നമ്മുടെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിരുന്നെങ്കിൽ സജീവോത്തമൻ സാർ, CP രാമസ്വാമി അയ്യർ സാമാന്യം വലിയൊരു സംഖ്യ ഈ ലുവൻ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തേനെ. എന്നിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂർ എന്ന് രേഖപ്പെടുത്തിയാണ്. കാരണം വലിയ ബുദ്ധിശാലിയായിരുന്നു. കാലത്തേക്കാൾ മുമ്പ് ചിന്തിക്കാൻ കഴിഞ്ഞ ഒരു പ്രതിഭാശാലിയായിരുന്നു CP രാമസ്വാമി അയ്യർ. അതുകൊണ്ടാണ് അദ്ദേഹം തിരുവിതാംകൂറിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. അല്ലെങ്കിൽ പുള്ളിക്ക് വല്ല സെൻട്രൽ ജയിലുണ്ടാക്കിയാൽ മതിയായിരുന്നു. തിരുവിതാംകൂറിലാണ് ആദ്യമായിട്ട് വധശിക്ഷ നിർത്തലാക്കിയത്. അങ്ങനെ പുരോഗമനപരമായ പല നടപടികളും ചെയ്ത ആളാണ്. അതേ സംബന്ധിച്ച് ഒരു വലിയ മർദ്ദകന് വരുന്നു. അത് വേറെ ഞാൻ പറയാൻ വന്നത് അതുമല്ല. ഈ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സമയത്ത് അതിൻ്റെ ചാൻസലർ സാക്ഷാൽ മഹാരാജാവായിരുന്നു. പ്രോ ചാൻസലർ അമ്മ മഹാറാണിയായിരുന്നു. വൈസ് ചാൻസലർ CP തന്നെയായിരുന്നു. പ്രോ വൈസ് ചാൻസലറായിട്ട് രാമസ്വാമിയെ ആരാണ് ക്ഷണിച്ചതെന്ന് എനിക്കറിയാമോ? കേട്ട് കാണും. ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഐൻസ്റ്റീൻ പക്ഷേ ആ ക്ഷണം നിരാകരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ സാമാന്യം കുടുംബം കഴിഞ്ഞുകൂടാനുള്ള പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലം തിരുവിതാംകൂറിലേക്ക് വരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഇനി ഐൻസ്റ്റീൻ വരില്ല എന്ന് പറഞ്ഞ് പുള്ളി നിരാശനായില്ല. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് സാർ CV രാമനെ ക്ഷണിച്ചു. അദ്ദേഹവും പക്ഷേ എന്തോ കാരണത്താൽ നിരാകരിക്കുകയുണ്ടായി. അത്രയും വലിയ പാരമ്പര്യമുള്ള ഒരു സംഭവമാണ് ഈ കേരള സർവകലാശാല. അത് തിരുവിതാംകൂർ സർവകലാശാല പിന്നെ കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. പിന്നെ അത് ബൈഫർക്കേറ്റ് ചെയ്തിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായി. പിന്നെ ബൈഫർക്കേറ്റ് ചെയ്ത് നമ്മുടെ മഹാത്മാഗാന്ധി സർവകലാശാല ഉണ്ടായി എന്നാണ് ചരിത്രം. ഈ കേരള സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് അങ്ങേയറ്റം അപമാനകരമാണ്, ലജ്ജാകരമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. എത്തപ്പ കാര്യം അതിന് പറ്റിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അരമരം കിന്നരം എന്ന രീതിയിൽ കാലാകാലങ്ങളിൽ വരുന്ന ഗവർണർമാരും അവരുടെ സേവകരും എല്ലാം കൂടി ചേർന്ന് ഈ സംവിധാനത്തെ ഒരു വലിയ അസംബന്ധ നാടകമാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് സർവകലാശാലയാണ് ബിരുദം തന്നത് എന്ന് ചോദിച്ചാൽ കേരളയാണ് എന്ന് പറയാനായിട്ട് നാണമാകുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. 1983 ഇതേ യൂണിവേഴ്സിറ്റിയാണ് എനിക്കും ബിരുദം നൽകിയത്. 85 ഞാൻ MA പാസ്സാകുമ്പോഴത്തേക്കും പിന്നെ LLBക്ക് പഠിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും TN ജേക്കബ് കോട്ടയത്ത് യൂണിവേഴ്സിറ്റി തുടങ്ങിയുകൊണ്ട് വലിയ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം ഈ ഗാന്ധി യൂണിവേഴ്സിറ്റി എത്ര ശ്രമിച്ചാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു തല്ലിപ്പൊളി നിലവാരത്തിലെത്താൻ ബുദ്ധിമുട്ടാണ്. ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് പറയുന്നത് സാക്ഷാൽ ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടിക്ക് രജിസ്ട്രാർ അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ്. നിജലിംഗപ്പയെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് AICC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു തമാശയാണ്. ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി മുടക്കാനായിട്ട് രജിസ്ട്രാർക്ക് എന്താ അധികാരമുണ്ട്?
മതപരമായ ചടങ്ങുകൾ നടത്താൻ പാടില്ല ആ സെനറ്റ് ഹാളിൽ എന്ന വ്യവസ്ഥയിൽ പിടിച്ചിട്ടാണ് ഇദ്ദേഹം ഈ അതിക്രമം ചെയ്തത്. ആരെങ്കിലും ചെയ്യൂ? ഈ രജിസ്ട്രാർ തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് CPM ജയിച്ചാണ്. ഈ ചുടുചോറ് മാന്തിക്കുന്ന കുറേ ആളുകൾ തിരുവനന്തപുരത്തുണ്ട്. ഇദ്ദേഹം തന്നെ വേറെ ഏതോ കോളേജിൽ, എരമല്ലക്കര കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് അവിടെ ഭാരതാംബയുടെ പടം വെച്ചപ്പോൾ പുള്ളിക്ക് വലിയ വിഷമം തോന്നിയില്ല. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ആനാവൂർ നാഗപ്പനും മറ്റേ ജോയിയൊക്കെ പറയുന്നതനുസരിച്ച് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സിൻഡിക്കേറ്റിലാണെങ്കിൽ ഇതിന് പറ്റിയ കുറേ മെമ്പർമാരുണ്ട്. ഷിജു ഖാൻ പത്താങ്കല്ല് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ചിന്തകന്മാരുണ്ട്. അവരൊക്കെ പറയുന്നതനുസരിച്ചിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി രജിസ്ട്രാർ മുടക്കി. സ്വാഭാവികമായിട്ട് ചാൻസലർ ചൂടായി. ആദ്യം VC ചോദിച്ചു. VCക്ക് എന്ത് ചെയ്യാൻ പറ്റും? VC ഉടനെ തന്നെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ രംഗം തണുപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴത്തേക്കും ബുദ്ധിരാക്ഷസന്മാരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അതുപോലെ തന്നെ നിയമവിശാരദന്മാരും ഒക്കെ ചാടി വീണു. ചാൻസലർ പറഞ്ഞിട്ടാണെങ്കിൽ പോലും VCക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ പവറില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, വലിയ വിദുഷിയാണല്ലോ, അവർ രേഖകൾ നോക്കിയിട്ട് പറഞ്ഞു യാതൊരു അധികാരമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉന്നതമല്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ് കൈയാളുന്ന വേറൊരാളുണ്ട്. അദ്ദേഹത്തിന് പേര് ഡോക്ടർ ശിവൻകുട്ടി എന്നാണ്. ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ യാതൊരു അധികാരവുമില്ല, ഇയാൾ കൂലിത്തല്ലുകാരനാണ്. ഈ വൈസ് ചാൻസലർ തെരുവ് കൂട്ടിയെ പോലെയാണ് പെരുമാറുന്നത്. രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യാനായിട്ട് യാതൊരു പവറും VCക്കില്ല. ഇത് തന്നെ തിരുവനന്തപുരത്തുള്ള സകല സഖാക്കളും പറഞ്ഞു. ആനാവൂർ നാഗപ്പൻ, ജോയിയും ബാക്കി സകല ആൾക്കാരും പറഞ്ഞു VCക്ക് പവറില്ല. VCയുടെ പവറിൽ ഇത് ഉൾപ്പെടുന്നില്ല. ജോയിൻറ്റ് രജിസ്ട്രാറോട് താഴോട്ടുള്ളവരെ മാത്രമേ VCക്ക് സസ്പെൻഡ് ചെയ്യാൻ പവറുള്ളൂ എന്നാണ്. മാത്രമല്ല ഒരു സിൻഡിക്കേറ്റ് മെമ്പർ പറഞ്ഞു ഈ VC ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് കൊടുത്ത സസ്പെൻഷൻ ഓർഡറിന് അത് എഴുതിയ കടലാസിൻ്റെ വില പോലും ഇല്ല, അത് ചുരുട്ടി കൂട്ടി ചവറ്റുകൊട്ടയിലിടും. നാളെയും രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ വന്നിരുന്ന് ജോലി ചെയ്യും. ഞങ്ങളിതിനെ നെഗ്ലക്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. പിറ്റേ ദിവസം SFIക്കാരുടെ വലിയ അകമ്പടിയോടുകൂടി രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിലെത്തി. പക്ഷേ സ്വന്തം ചേംബറിൽ പ്രവേശിച്ചില്ല, കസേരയിൽ ഇരുന്നില്ല, ഫയൽ നോക്കിയില്ല. അദ്ദേഹം അവിടെ വന്ന് SFIക്കാരെയൊക്കെ കണ്ട് തോളിൽ തട്ടി, മക്കളെ സുഖമല്ലേ, ഈ സാമ്രാജ്യത്വത്തിന് ഫാസിസത്തിനെതിരായിട്ടുള്ള സമരം കൂടുതൽ ശക്തിപ്പെടുത്തണം എന്ന് അവരെ ഉത്ബോധിപ്പിച്ചിട്ട് കാറിക്കറി പോവുകയാണ് ചെയ്തത്. അത് ഒട്ടും താമസിച്ചില്ല, ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഇപ്പം സ്റ്റേ ചെയ്യും എന്ന് കൈരളി ചാനൽ എഴുതി കാണിച്ചു. VCയുടെ ഗുണ്ടായുസിനെതിരായിട്ട് രജിസ്ട്രാർ ഇതാ ഹൈക്കോടതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടോ വാർത്ത. അതുപോലെ അവഗണിച്ചുകൊണ്ട് കൈരളിയും അതുപോലെയുള്ള ചാനലുകളൊക്കെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഹൈക്കോടതി എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ തന്നെ രജിസ്ട്രാർക്ക് ഈ സസ്പെൻഷൻ സ്റ്റേ ചെയ്യും. രജിസ്ട്രാറെ ആ കസേരയിൽ കൊണ്ടുപോയിരുത്തും. അദ്ദേഹം ഇനി ആഭ്യന്തര താരം കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആരെങ്കിലും ആയിട്ടൊക്കെ പ്രശോഭിക്കും എന്ന്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കോടതി ചെന്നപ്പോൾ സംഗതി ഒട്ടും സന്തോഷകരമായ സ്വീകരണമല്ല കിട്ടിയത്. ഇദ്ദേഹത്തിൻ്റെ വക്കീലിനോട് ചോദിച്ചു എന്താ അധികാരത്തിലാണ് ഇയാൾ ചാൻസലറുടെ പരിപാടി മുടക്കിയത്? പരിപാടി മുടക്കാനുള്ള അധികാരം രജിസ്ട്രാർക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ വക്കീൽ ലോ പോയിൻ്റൊക്കെ വായിച്ചു. ലോ പോയിൻ്റൊന്നും കോടതിക്ക് ബോധ്യമായില്ല. ഞങ്ങൾ വൈസ് ചാൻസലറുടെ വാദം കൂടി കേൾക്കട്ടെ, ഇപ്പോൾ തൽക്കാലം സ്റ്റേ ഇല്ല, താൻ കുറച്ച് ദിവസം വീട്ടിലിരിക്കും എന്ന നിലപാടാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സഖാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടി സഖാക്കൾ ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പഠിക്കലും രാജ്ഭവൻ്റെ പഠിക്കലൊക്കെ വലിയ പ്രതിഷേധവും സമരവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ബാനർ ഞാൻ കണ്ടു, ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPM തോറ്റു മടക്കി, എന്നിട്ടാണ് ഒരു രാജേന്ദ്ര എന്ന്. ഇനിയിപ്പോൾ ഈ ബാനറുമായിട്ട് അവർക്ക് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് പോകാം. ഹൈക്കോടതി ജഡ്ജിയെ പ്രതീകാത്മകമായിട്ട് നാട് കടത്തുക, അല്ലെങ്കിൽ പുള്ളിയെ കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്തുക, എന്തെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ വഴിയിൽ തടയാം, അല്ലെങ്കിൽ ബൂർഷ്വാ കോടതി തുലയട്ടെ എന്ന് പറയാം. അതൊക്കെയാണ് നമുക്കിപ്പോൾ ആകെ ചെയ്യാൻ ബാക്കിയുള്ളൂ. ഏതായാലും ഇപ്പോൾ രജിസ്ട്രാർ പുറത്താണ്. സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും പറ്റിയിട്ടില്ല, കാരണം അവർക്ക് ദോഷം പറ്റില്ല. ഈ ചുടിയോറ് മാന്തിയ രജിസ്ട്രാറുടെ കൈ പൊള്ളി. വൈസ് ചാൻസലറാണെങ്കിൽ എന്തോ കോൺഫറൻസിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോയി, അല്ലെങ്കിൽ അവിടെ പോയി പ്രതിഷേധിക്കാറുണ്ട്. ഗവർണർക്കാണെങ്കിൽ ഇപ്പോൾ CRPFൻ്റെ ആണ് സംരക്ഷണം, അവിടെ ചെന്ന് പ്രതിഷേധിച്ച വിവരം അറിയും. അപ്പോൾ തൽക്കാലം AKG സെൻറ്ററിന് മുമ്പിൽ പോയി പ്രതിഷേധിക്കാം, അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതിയുടെ മുമ്പിൽ
പക്ഷെ ഇപ്പോൾ പഴയ പോലെയല്ല. നമ്മുടെ പിണറായി പോലീസല്ല അവിടെ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്, CISF ആണ്. അവരുടെ കയ്യിലും തോക്കാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് പേടിച്ച് പറിച്ചാണ് കിടക്കുന്നത്. എപ്പോഴും ഇവൻ്റെ കയ്യിൽ നിന്ന് പൊട്ടനെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഏതായാലും സഖാക്കൾക്ക് ഇനിയും ഒരുപാട് സമരത്തിൻ്റെ സ്കോപ്പുണ്ട്. ജോറായിട്ട് നടക്കട്ടെ, ഗംഭീരമായിട്ട് നടക്കട്ടെ. ആ ജനാധിപത്യം, സോഷ്യലിസം സിന്ദാബാദ്, തപ്പൈ സിന്ദാബാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.